എന്താട്ടാ വേണ്ടത്? കുറച്ച് സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണം? കുറച്ച് അരി സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ. അരി എത്ര ഒരു 10 കിലോ എടുക്കട്ടെ? 10 കിലോ എടുത്തോളൂ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. വീട്ടിൽ വല്ല വിരുന്നാരും വന്നിട്ടുണ്ടാവും അല്ലേ? ഏട്ടാ അരി ഒരാൾ ചാക്കൊന്ന്. എന്താ റാത്ത് തന്നെ? എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണം. വെളിച്ചെണ്ണ വേണം. ഓക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ, എന്താ വേണ്ട എടുത്തോളൂ കേട്ടോ. ബില്ലമ്മ കൂട്ടാ. ചേട്ടാ പൈസ ശനിയാഴ്ച എടുത്താൽ മതിയോ? അത് പറ്റില്ലല്ലോ, കാരണം ക്രെഡിറ്റ് ഇപ്പൊ നമുക്ക് നടക്കില്ല. കാരണം ഹോൾസെയിലിന് ഇപ്പൊ യുദ്ധ സാഹചര്യം ഒക്കെ ഉണ്ട്, വിലക്കയറ്റാണ്, നമുക്ക് ക്രെഡിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് ഇപ്പൊ നടക്കൂല കേട്ടോ. സാധനങ്ങൾ നിങ്ങൾ തൽക്കാലം അവിടെ വെച്ചോളൂ. എന്താ പറയാ, ഞാൻ വരുന്ന വഴിക്ക് ഈ ഫ്ലക്സ് വെക്കുന്ന ഈ ലോകകപ്പിന്റെ ടീം കുറച്ച് പൈസ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് തെക്കന്മാരല്ല വിചാരിച്ചിട്ട് ഉള്ളത് ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു. ഇനി എന്റെ കയ്യിലൊന്നും ഇല്ല, അതുകൊണ്ട് ശനിയാഴ്ച മതിയോന്നാ ചോദിച്ചത്. ഇല്ല, നമ്മൾ ക്രെഡിറ്റ് നടക്കൂല കേട്ടാ. ക്രെഡിറ്റ് ഒരിക്കലും നടക്കൂല. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, വിലക്കയറ്റം കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരിക്കലും ക്രെഡിറ്റ് നടക്കൂല. സാറിനോട് വെച്ചാൽ പോയിക്കോളൂ. പൈസ 810. ആ ഓക്കെ, ഞങ്ങള് സാധനം എടുത്ത് പോയിക്കോളൂ കേട്ടോ. ഏട്ടനെ അടച്ചോളൂ. ഓക്കെ, 810 നിങ്ങൾ കൂട്ടി അടച്ചാൽ മതി. ഓക്കെ. എന്താ ചെയ്യാ, ഓരോരുത്തർക്ക് പൈസയും കാര്യങ്ങളും ഒന്നുമില്ല. അരി മേടിക്കാൻ വരെ പൈസ അല്ല, പട്ടിണിയാണ്. എന്നിട്ടൊക്കെ പിന്നെ ബോർഡ് വെക്കാൻ പൈസ ഉണ്ട്, പിന്നെ മരുന്ന് മേടിക്കാൻ പൈസ അല്ല. ഇങ്ങനത്തെ ഒക്കെ ഓരോ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ. എന്താ ചെയ്യാ ഇങ്ങനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല്? മൂപ്പരത്തെ ഉണ്ടായ പൈസ ബോർഡ് അടിക്കാൻ കൊടുക്കുന്നു ഫുട്ബോളിന്റെ. നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെക്കണുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ ലോകകപ്പില് കളിച്ചിട്ട് ബോർഡ് വെക്കുകയാണെങ്കിൽ രാജ്യത്തിനാന്ന് പറയാം. ഇതൊക്കെ എന്തിനാ പറയണില്ലേ? എന്താ അവസ്ഥ? എന്താട്ടെ, ഇതൊന്നും നമ്മള് മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂജൻ പിള്ളേരാണ്, അപ്പം നമ്മളത് സമ്മതിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇന്നിപ്പോ എന്റെ മോന് ഇതേമാതിരി തന്നെ 500 രൂപ ആണെന്ന് പറഞ്ഞിട്ട് 500 പൗണ്ട് കൊടുത്താൽ പേരൻസിനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. നമ്മളൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മളെ മക്കൾ അങ്ങനെയല്ല, ആർക്കൊക്കെ വേണ്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. അത് 900 രൂപ. ഓക്കെ, മതി, ഗൂഗിൾ പേ ചെയ്താ. ഉസ്മാനെ, ഇന്ന് കേരളത്തിലെ ഒരുപാട് ക്യാൻസർ രോഗികളും കിടപ്പിലായ രോഗികളും മരുന്ന് വാങ്ങാൻ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും പൈസ അല്ലാതെ നെട്ടോട്ടം ഓടി നടക്കുന്ന ആളുകളുണ്ട്. അത് ശരിയായി പറഞ്ഞു. പക്ഷെ ഈ ഫ്ലെക്സ് അടിക്കുന്ന പൈസ എല്ലാം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു സന്തോഷമാവും, അവർക്കൊരു പുണ്യം കിട്ടും, അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്താ നമ്മുടെ നാടൊക്കെ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഇപ്പത്തെ ചെക്കന്മാരല്ലേ, ന്യൂ ജനറേഷൻ. ആഘോഷം അതൊരു തിരിച്ചറിവാകട്ടെ. ആവേശത്തിന് അതിരുകൾ വേണ്ടേ? തെരുവുകളിൽ ഫ്ലെക്സുകൾക്കായി നാം ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ ചികിത്സക്കും വിശപ്പകറ്റാനും പണമില്ലാതെ നട്ടം തിരുന്നവരുണ്ടെന്ന സത്യം നാം മറന്നുപോകരുത്. ആഘോഷം ഒരു ലഹരിയായി മാറി നമ്മുടെ മാനവികതയെ മറന്നുപോകരുത്. ആഘോഷങ്ങൾക്കായി മാറ്റിവെക്കുന്ന തുകയിൽ ഒരു ചെറിയ പങ്കെങ്കിലും കഷ്ടപ്പെടുന്ന ഒരു സഹജീവിയുടെ കണ്ണീരൊപ്പാൻ വിനിയോഗിക്കാൻ സാധിച്ചാൽ അതാകും ഏറ്റവും വലിയ ആഘോഷം. ലഹരിയില്ലാണ്ട ആഘോഷങ്ങളെക്കാൾ വലുതാണ് ഓരോ മനുഷ്യജീവനും. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാവട്ടെ ഈ വേൾഡ് കപ്പ് നമുക്ക് തരുന്ന സന്ദേശവും.